പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തം അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം കർത്താവ് നമ്മെ നന്നായി നടത്താൻ കർത്താവിൻ്റെ കൃപ അധികമായി ചൊരിയട്ടെ. പലവിധ വിഷയങ്ങളിൽ എനിക്ക് സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ കരുതി ഭാരത്തോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നല്ല സഹായകനായിട്ട് സർവശക്തനായ ദൈവം ഉണ്ട്. ദൈവത്തിന്റെ സഹായം ഒരിക്കലും അകന്നു പോകുന്ന ഒന്നല്ല. ദൈവം സഹായിച്ചാൽ അത് തിരിച്ച് കടവായിട്ടല്ല ദൈവം സഹായിക്കുന്നത്. ദൈവം സഹായിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്, നമ്മളോടുള്ള സ്നേഹമാണ്. ദൈവത്തിൽ നിന്ന് സഹായം ലഭിക്കുന്നവര് നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്. ഇന്ന് ദൈവത്തിന്റെ സഹായത്തിനായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് വീണ്ടും സാധ്യമാകട്ടെ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിഞ്ഞാൽ സഹായം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. പഴയ നിയമത്തിൽ കൃപാസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സമാഗമന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലുമൊക്കെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവുമായി വേർതിരിക്കപ്പെട്ട സ്ഥലം. അതിൽ അതിപരിശുദ്ധ സ്ഥലത്തുള്ള ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുകളിൽ ശക്തമായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ തേജസ് ആ അതിപരിശുദ്ധ സ്ഥലത്തെ മുഴുവനും നിറയ്ക്കത്തക്ക നിലകളിൽ ദൈവ തേജസ് ഇറങ്ങി വരുന്നു. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ പാപപരിഹാര രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, അവിടെ രക്തം തളിക്കപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശേഖേന പ്രത്യുത ദൈവ തേജസ് ഇറങ്ങി വരുന്നു. എന്നാൽ പുരോഹിതനാണെങ്കിലും മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മഹാപുരോഹിതൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തൽക്ഷണം മരിച്ചു വീഴുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെയാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൻ കൃപാസനത്തോടടുത്ത് ചെല്ലുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തെയും പരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കപ്പെട്ട തിരശ്ശീല മുറിച്ച് ആ തടസ്സത്തെ എടുത്തുമാറ്റി. ഇന്ന് എബ്രായ ലേഖനകാരൻ ഇങ്ങനെ നമ്മളോട് വചനത്തിലൂടെ പറയുകയാണ്: അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇന്ന് വിറയലോടും ഭയത്തോടും കൂടി ഒന്നും ദൈവത്തോട് സമീപിക്കേണ്ടെന്ന ആവശ്യമില്ല. ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഏതു സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് അടുത്തു വരാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ സഹായം ദൈവത്തിൽ നിന്നാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഒരു ഭക്തന്റെ സഹായം ആകാശത്തിൽ നിന്നല്ല, ഒരു ഭക്തന്റെ സഹായം ഭൂമിയിൽ നിന്നല്ല, ഒരു ഭക്തന്റെ സഹായം യഹോവയായ ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ, നിങ്ങൾ പലവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഭാരത്തോടെ ആയിരിക്കാം. പലവിധ സഹായത്തിനു വേണ്ടി ജീവിതത്തിൽ പല ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കാം. എന്നാൽ ഏതു സമയവും ദൈവത്തോടടുത്തു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണ്. കൃപാസനത്തോട് ഏത് സമയവും അടുത്തു വരാം. അടുത്തു വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സഹായം ലഭിക്കാതെ
പല വിഷമങ്ങളിലൂടെ പ്രാർത്ഥിച്ചും മറുപടിക്കായി കാത്തിരുന്നുമൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, കരുണ ലഭിക്കുവാനും സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി കൃപാസനത്തോടടുത്തു വരുന്നവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഒരു നല്ല വഴി ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുത്തു വരുവാനായി ഒരുക്കി തന്ന നമ്മുടെ യേശു ക്രിസ്തുവിന് നമുക്ക് എല്ലാ മഹത്വവും നമുക്ക് ഇന്ന് പകലിൽ അർപ്പിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പറയാം, കർത്താവേ, ഞങ്ങളെ സഹായിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് മുൻപോട്ട് നടക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചിട്ടല്ലാതെ കർത്താവെ, അവരെ സഹായിച്ചിട്ടല്ലാതെ അവർക്ക് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമല്ല. കർത്താവ് സഹായിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്കും നല്ല വിജയവും അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകാൻ സാധ്യമല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് സഹായിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാൻ സാധ്യമല്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഷയത്തിലൊക്കെയും ഭാരത്തോടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പറയാം, ഒരുമിച്ച് പറയാം, സഹായത്തിനായിട്ടുള്ള കൃപ ഞങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവമേ ചൊരിയണമേ എന്ന് ഈ പകൽക്കാലം നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് അടുത്തു വരുന്നവനെ കൈവിടാതെ കർത്താവ് നടത്താൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഭയത്തോടെയല്ല, വിറയലോടെയല്ല, ദൈവസന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടടുത്ത് ചെല്ലാം. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോടടുത്ത് ചെല്ലാൻ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു സഹായകൻ നമുക്കുണ്ട്. ദൈവസന്നിധിയോട് അടുത്തു വരാൻ കഴിയാത്ത തടസ്സങ്ങളെ യേശു ക്രിസ്തു തകർത്തിരിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് അടുത്തുപോയി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തോട് കൂട്ടായ്മ പങ്കിടുവാൻ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശു നൽകി തന്ന വലിയ സ്വാതന്ത്ര്യത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പകലിലും അനുഗ്രഹത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്തു വരാൻ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ, ഏത് സമയവും അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ നൽകി തന്ന എല്ലാ ദൈവിക സ്വാതന്ത്ര്യത്തിനും യേശുവിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ ഞങ്ങൾക്ക് എല്ലാ സമയങ്ങളും ഏതു സമയത്തും ദൈവത്തോട് ധൈര്യത്തോടെ അടുത്തു വന്ന് ഞങ്ങൾക്ക് കർത്താവെ സഹായത്തിനായിട്ടുള്ള കൃപ പ്രാപിക്കാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സാവകാശത്തിനുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ പകലിൽ കർത്താവെ, ഓരോ വിഷയത്തിന്റെ നടുവിൽ, ഓരോ ഭാരങ്ങളുടെ നടുവിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ, ആവശ്യങ്ങളുടെ നടുവിലൊക്കെ ആയിരിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല സഹായിയായ ദൈവം നിന്റെ മക്കൾക്ക് വേണ്ടുന്ന ദൈവിക സഹായങ്ങളെ നൽകി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിജയകരമായി മുൻപോട്ട് ജീവിക്കുവാനുള്ള ദൈവിക അനുഗ്രഹങ്ങളെ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ഞങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാം എന്നുള്ള ദൈവവചനത്തിനായി സ്തോത്രം. ആകയാല് ഭയമില്ലാതെ കർത്താവെ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വീണ്ടും വീണ്ടും സഹായിക്കണം. അവിടുന്ന് നൽകി തന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം, മറുപടികൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വിധം ദൈവത്തെയും മനുഷ്യനെയും അകറ്റി കളഞ്ഞതായ എല്ലാ അതിർവരമ്പുകളെയും യേശു ക്രിസ്തു തകർത്തു കളഞ്ഞു. ദൈവത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ, എല്ലാ സമയങ്ങളും അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.